അനുമോദുണ്ട് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ ഇത് ഈ ഡിവൈഎസ്പി VV ബെന്നിക്കെതിരെ നേരത്തെയും ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ ആരോപണം ഉന്നയിച്ചു എന്നുള്ള രീതിയിൽ DGPക്ക് പരാതി പോയതാണ്. അന്നും DGP പറഞ്ഞത് ആ ആരോപണങ്ങൾ കണക്കാക്കേണ്ട, മുട്ടിൽ മരമുറി കേസ് അന്വേഷണവുമായി താങ്കൾ തുടർന്നോളൂ എന്ന് VV ബെന്നിയോട് ആവശ്യപ്പെട്ടതും അദ്ദേഹം ഇപ്പോഴും മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചു വരികയുമാണ്. അതിൽ കുറ്റപത്ര സമർപ്പണം പൂർത്തിയായിട്ടുമില്ല. അപ്പോൾ ഈ സമയത്ത് ബെന്നിയെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടുത്ത ആരോപണം ഈ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? ഡിവൈഎസ്പി ബെന്നി തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തുവല്ലോ, ഇക്കാര്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന്. തീർച്ചയായും മഞ്ജുഷ, ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു നിരീക്ഷണം. ഇതിൽ പ്രസക്തമാവുന്ന ഒരു കാര്യം, നേരത്തെ SHO ആയിരുന്ന പൊന്നാനി SHO ആയിരുന്ന വിനോദ് വലിയാറ്റൂർ മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കൃഷ്ണലാൽ എന്ന SIയുടെ വീട്ടിലെ ജീവനക്കാരിയായിരുന്നു ഈ പരാതിക്കാരി എന്നുള്ളത്. ഈ കൃഷ്ണലാൽ SI മുൻപും താനൂർ DYSPക്കും സുജിത് ദാസ് SPക്കും എതിരെ മൊഴി കൊടുക്കുകയും മാധ്യമങ്ങളിൽ അഭിമുഖം നൽകുകയും ചെയ്ത വ്യക്തിയാണ്. താനൂരിലെ കസ്റ്റഡി മരണ കേസിൽ, ജിഫ്രി കേസിൽ, ആ വിഷയത്തിൽ അന്ന് ഈ ഒരു തരത്തിൽ ഈ താനൂർ DYSPയും SPയും അവർക്കെതിരെ വലിയ തോതിൽ തന്നെ വിവാദമുണ്ടാക്കിയ അഭിമുഖം നൽകിയ ആളാണ്. ഈ സ്ത്രീ ജോലി ചെയ്ത, അല്ലെങ്കിൽ ഈ കൃഷ്ണലാൽ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഈ സ്ത്രീ ജോലി ചെയ്തിരുന്നതെന്ന ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ SHOയുടെ മൊഴി അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് കൃത്യമായിട്ട് താനൂർ DYSP ബെന്നിയെ സമ്മർദ്ദത്തിലാക്കി ഈ ഒരു മുട്ടിൽ മരമുറി കേസിൻ്റെ ഗതി തിരിച്ചുവിടുക, ആ കുറ്റപത്രം ഒഴിയിക്കുക, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങി വലിയ ഒരു ലക്ഷ്യം ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, അത്തരത്തിലുള്ള ശ്രമങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുക എന്ന വലിയ ഒരു ഗൂഢ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് കൃഷ്ണലാലിൻ്റെ ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ എന്ന ഈ SHOയുടെ, അതായത് വിനോദ് വലിയാറ്റൂരിൻ്റെ ഈ വെളിപ്പെടുത്തൽ. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഗൂഢാലോചന അവിടെയും ഉണ്ടായിരിക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തും. കാരണം ഇത് നേരത്തെ തന്നെ PV അൻവർ MLA സുജിത് ദാസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആരോപണങ്ങൾ ഉന്നയിച്ച ശൈലി നമ്മൾ ആദ്യം കണ്ടതാണ്. ഒരു മാധ്യമത്തെ മാത്രം തെരഞ്ഞെടുത്ത് ആ മാധ്യമത്തിലൂടെ മാത്രം ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നു. പിന്നീട് ആ തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഈ ഒരു വിഷയത്തിൽ ഗതി തിരിച്ചുവിടുന്ന, അതായത് ആരോപണങ്ങൾ SPക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും ADGPക്കൊക്കെ എതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ തരത്തിൽ അൻവറിൻ്റെ ആക്ഷേപങ്ങൾ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന സാഹചര്യമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് താനൂർ DYSPയെ കൂടി ഈ ഒരു സർക്കിളിലേക്ക്, അല്ലെങ്കിൽ ഈ ആരോപണത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എന്ന തരത്തിലേക്ക്. ശരിയാണ് അനുമോദ്, കുറെ മെറിറ്റുള്ള കാര്യങ്ങൾ PV അൻവർ പറഞ്ഞതും അതേക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ശക്തമാവുകയും ADGP അജിത് കുമാറിന്റെ പല ഇടപെടലുകളെ കുറിച്ചും അൻവർ വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടെ നല്ല രീതിയിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ, DYSP VV ബെന്നിയെ മോശക്കാരനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള അടുത്ത ശ്രമമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബെന്നി തന്നെ ഇക്കാര്യം നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്, മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ആ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്കെതിരെ കുറ്റപത്രം നൽകുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് VV ബെന്നി കൂടി ഉൾപ്പെടുന്ന പോലീസുകാർക്കെതിരെ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇങ്ങനെയൊരു പരാതി ഒരു വീട്ടമ്മ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പരാതി ക്ലോസ് ചെയ്തതാണ്. അതിനപ്പുറം പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൂടി അവർ ഇപ്പോൾ പറയുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്.